എന്റെ ഭഗവാന്, എന്നാലും എന്റെ കുടുംബത്തിന് ഇങ്ങനെ സംഭവിച്ചല്ലോ. ഞാൻ എന്ത് പാവം ചെയ്ത്. കഴിയാതെ മക്കളെ. എന്തായി മക്കളെ, വല്ല വിവരവും കിട്ടിയാ? ഇല്ല, അവിടെ ഒന്നും കണ്ടില്ല. പാർട്ടി ഓഫീസിലൊക്കെ പോയിരുന്നു. ഓ, എല്ലായിടത്തും അന്വേഷിച്ച് വിളിക്കുകയും ചെയ്തു. ആദ്യം ഔട്ട് ഓഫ് കവർ ഏരിയ പറഞ്ഞത്, ഇപ്പൊ സ്വിച്ച് ഓഫാ. ഇങ്ങനെ കൊണ്ടുപോയാൽ പറ്റത്തില്ലല്ലോ ഇത്. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം ഇതിന്. നീട്ടിക്കൊണ്ടുപോകാൻ പറ്റത്തില്ല ഇനി. അവനെ കൊണ്ട് ഞാൻ സഹിച്ച് മടുത്ത്. ഇനിയിപ്പോ എന്തോ ചെയ്യും? ഒന്നും ചെയ്യാനില്ല. ആരൊന്നും ചെയ്യാൻ വേണ്ട. നീ ഒരു വക്കീലിനെ പോയി കാണും. വക്കീലിനെ കണ്ടിട്ട് ഇതിന്റെ തീരുമാനം എന്തോന്നാ? എനിക്കിനി വേണ്ട. അങ്ങനെ അങ്ങ് തീരുമാനം എടുക്കാനൊക്കെ ഒരു കൊച്ചായില്ലേ, അവന്റെ കുടുംബത്തിൽ അറിയിക്കണം. എന്തോന്ന് പറയാമ്മ? കുടുംബക്കാരെ നടത്തിയ കല്യാണം അല്ലല്ലോ ഇത്. നമ്മൾ നടത്തിയാണോ? അവരെടുത്തിയാണ്. അവരക്ഷത്തിൽ ഇറങ്ങി പോയല്ലേ? അല്ല, എടുത്ത് ചാടുമ്പോ ആലോചിക്കണമായിരുന്നു. നീ എന്നെ നോക്കിയ, നിന്റെ തന്തയെ നോക്കിയ, ഒരേ ഒരു സഹോദരൻ അവനെ നോക്കിയ. ഇതാണ് പാഴ് ചൊല്ലി കേൾക്കാത്ത വവ്വാലി തല കീഴ് വീഴാൻ. ഇനി പറഞ്ഞിട്ട് കഥ നോക്കിയില്ലല്ലോ. അമ്മ, നീ ഒന്നും പേടിക്കണ്ട. ഞാൻ നിങ്ങൾക്ക് ഒരു ഭാരം ആവൂല. ഞാൻ പിന്നെ എന്ത് ചെയ്യണം? കാല് മുഴുവൻ എന്റെ നീരാ. ചവിട്ടി വിഷമാവില്ലെന്ന് വിചാരിച്ച ആരും ഒന്നും ഞാൻ അറിയിച്ചിട്ടില്ല. എന്നോട് ഇത് ചെയ്യാൻ പാടില്ല. എനിക്കിത് വേണ്ട. ഞാൻ പാർട്ടി ഓഫീസ് പോയത് അവനെ കൊണ്ട് ചെവുക്കൽ കൊടുക്കാനാണ്. അമ്മ, എനിക്ക് ഡാഡി വേണ്ട. ഒരു കൊച്ചിനെ കളിച്ചിടാൻ പോണത്. ഇതിപ്പോ വേറൊന്നുമില്ലമ്മ. എന്തായാലും വക്കീലിനെ കാണാം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് അവനെ കാണണം. അവനെ കണ്ട് രണ്ട് വാക്ക് അവന്റെ മുഖത്ത് നോക്കി ചോദിക്കണം. അവളെ കൂടെ ഒന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് രണ്ടെണ്ണം പൊട്ടിക്കണം. എന്നിട്ട് നമുക്ക് തീരുമാനം എടുക്കാം. ഈ തെണ്ടിത്തരം കാണിച്ചു അകത്ത് കയറുന്നേ. രണ്ടിത്തരം കാണിച്ചിട്ട് വീട്ടിൽ കയറുന്നതാണ്. എന്റെ പെങ്ങളെ കുറിച്ച് അനാഥായിക്കൊണ്ടല്ലേ സുഖിച്ച് ചെയ്യുന്നത്. കൊന്നാണെന്നുണ്ടായി ഇതിനൊരു മറുപടി പറ. നിങ്ങള് ഒരു പെണ്ണായിട്ട് എന്റെ ജീവിതം എന്തിനു നശിപ്പിച്ച്? ഞാൻ എന്ത് കുറവ് വരുത്തി ക്ലീറ്റോ? നിനക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായിടാ? എവിടെ കിടന്ന എവിടെ കൊണ്ട് ഇവിടെ കയറി വരാൻ? നിങ്ങൾ എന്താ പറയണത്? ഏതോടെ കാര്യം നിങ്ങൾ പറയണേ? അവിടെ ഉള്ളതൊന്നുമല്ല. കാണ് കാണ് കാണ്. അൻസാറായത് അൻസാർ കാണ്. കള്ളനോട്ട് കേസിലകത്തായിരുന്നല്ലോ. കേസ് വിധിയാവാത്തോണ്ട് നാണക്കേട് വരാതിരിക്കാൻ വേണ്ടി ഒരു വേഷം ഇട്ട് ഇറങ്ങിയതാ. മാത്രമല്ല, ഞാൻ അവനോട് കൂടുന്നത് തങ്കത്തിന് ഇഷ്ടമല്ല. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ. അല്ല, അതിന് ബൊക്കഹാരമൊക്കെ എന്തോന്നിനു കൊണ്ടുവന്നത്? അമ്മ, ഇവന്റെ മാമന്റെ മോള് പഠിപ്പിക്കുന്ന സ്കൂളിൽ കുട്ടികളുടെ ഒരു കലാപരിപാടി ഉണ്ടായിരുന്നു. അതിന് സമ്മാനം കൊടുക്കാൻ എന്നെ വിളിച്ചോണ്ട് പോയപ്പോ സ്വീകരിച്ചപ്പോ അവര് തന്ന മാലയും ബൊക്കയാ.
വെച്ചിട്ടുണ്ടോ ഞാൻ?